നിങ്ങളുടെ ഇഷ്ടം പോലെ രാത്രിയും പാതിരാത്രിയൊക്കെ കയറി വരാനുള്ള സ്ഥലമല്ല ഇത്. 6 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 6 മണി, മനസ്സിലായോ? ഇന്നലെ രാത്രി 8:30 മണി വരെ എവിടെയായിരുന്നു? ആരാ എവിടെ കൊണ്ടു വിട്ടത്? എന്റെ കസിൻ. കസിനും കുഷിനും ഒക്കെ പതിവ് വിളച്ചില്ല. അതൊന്നും ഇവിടെ വേണ്ട. ഇവിടത്തെ ചിട്ട പാലിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി, അല്ലെങ്കിൽ വേറെ സ്ഥലം അന്വേഷിച്ചോണം. ക്ഷമിക്കണം ചേച്ചി, ഇനി ആവർത്തിക്കില്ല. പോയിക്കോളൂ. ചേച്ചി, ഇതാണ് മീര. പേരും വിവരവും ഒക്കെ ഇതിൽ എഴുതിക്കോ. ആ കുട്ടി എഴുതട്ടെ. ഇവിടത്തെ ചിട്ടകളൊക്കെ കണിശമായി പാലിക്കണം. വാടക കൃത്യമായി തരണം. കസിനും കിസിനും ഒന്നും ഇവിടെ അന്വേഷിച്ച് വരാൻ പാടില്ല. നല്ല സൽപ്പേരുള്ള സ്ഥാപനമായത്. ഞാൻ എല്ലാം അവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ഉള്ള കാര്യം ആദ്യമേ പറയാണ്. വാടകയും ഭക്ഷണവും ഉൾപ്പെടെ 277 രൂപ, പിന്നെ ഒരു 7,000 രൂപ. ഞാനെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ 7 രൂപ 50 പൈസയുടെ കണക്ക്? 4.25 രൂപ കറണ്ടിന്, 2.25 രൂപ വെള്ളത്തിന്. അവർക്ക് ഒരു മനുഷ്യ പറ്റൂലടി. കാശെന്ന് പറഞ്ഞ ചാവും. ഇഷ്ടം പോലെ കാശുള്ള കുടുംബ. ആകെ ഒരു ചേട്ടനെ സ്വന്തമായിട്ടുള്ളൂ. അങ്ങേര് ഗൾഫിലാ. കിട്ടുന്ന കാശൊക്കെ ഇരുന്ന് തുരുമ്പ് പിടിക്കുക. എന്നാൽ ആർക്ക് തീരുന്നില്ല. എത്ര സമ്പാദിച്ചിട്ടെന്താ? മംഗല്യഭാഗ്യമില്ല. അതെന്താ? കഥയൊക്കെ പിന്നെ. മണി 8:30 നിനക്കൊന്ന് ജോയിൻ ചെയ്യണ്ടേ? വേഗം കുളിച്ച് ഒരുങ്ങിക്കോ. നിന്നെ ബാങ്ക് കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോവാൻ. എവിടെയാണ് ഈ ബാത്റൂം? ദാ ആ കാണുന്ന കിണറ്റിന്ന് വെള്ളം കോരി കുളിക്കാം. അപ്പുറത്ത് മറപ്പുരയുണ്ട്. അപ്പോ ഇവിടെ പൈപ്പില്ലേ? പൈപ്പോ? അതങ്ങ് പള്ളി പറഞ്ഞാ മതി മോളെ. പിന്നെന്തിനാ 2.25 രൂപ? അതോ കിണറ് കുത്തിയതിന് ഒരുപാട് കാശായെന്ന്. ആ നീ വേഗം പോയി കുളിച്ചിട്ട് വാ. ഹലോ, പത്രം വായിച്ചോണ്ടിരിക്കല്ലേ? എന്താ വേണ്ടേ? അല്ല, ഇരുന്ന് സംസാരിക്കാം, അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. ഞാൻ അരവിന്ദാക്ഷൻ. എനിക്ക് ഇവിടെ ഒരു അക്കൗണ്ട് തുടങ്ങണം. അതിനാരെങ്കിലും ഒരാളെ നിങ്ങളെ പരിചയപ്പെടുത്തണം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ തന്നെ പരിചയപ്പെടുത്താം. അല്ല, ഫുൾ അഡ്രസ് വേണ്ടി പറയാട്ടോ, പ്രശ്നമില്ല. പാലക്കപ്പറമ്പിൽ കൃഷ്ണനായർ മകൻ അരവിന്ദാക്ഷൻ നായർ. അതെ അതെ, ആ പറഞ്ഞ ആള് നിങ്ങളാണെന്ന് എനിക്ക് ബോധ്യപ്പെടണ്ടേ? അതിനല്ലേ സാറേ ഞാൻ എന്റെ ഫോട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അതല്ല, ഇതാ. ഇവിടെ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ പരിചയമുള്ള ഒരാള് നിങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തണം. ഓ, അങ്ങനെ. അല്ല അല്ല സാറേ, ഞാൻ പോട്ടെ. ബിസി അല്ലേ?